ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം കഴിഞ്ഞ വർഷം ആനുവൽ എക്സാമിന് വാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യപേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നതെന്നും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം 1, വായിക്കാം എഴുതാം. അപ്പോൾ ഇവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് വായിച്ചു നോക്കാം. കുഞ്ഞു ചെക്കന് അമ്മ തൊപ്പി വാങ്ങി കൊടുത്തു, ഒരു നീല തൊപ്പി. കുഞ്ഞു ചെക്കനാണെങ്കിലോ ആ തൊപ്പി തലയിൽ നിന്ന് മാറ്റില്ല. നീലത്തൊപ്പിയും തലയിൽ വെച്ച് കുഞ്ഞു ചെക്കൻ്റെ ഒരു നടത്തമുണ്ട്. ഇതാ എൻ്റെ തൊപ്പി കണ്ടോ എന്ന ഭാവത്തിൽ. ക്രോം ക്രോം, ആ തൊപ്പി ഒന്ന് തരുമോ? വരമ്പിൻ്റെ മുകളിലിരുന്ന് തവള ചോദിച്ചു. അയ്യയ്യോ, വെള്ളം നനഞ്ഞാൽ എൻ്റെ തൊപ്പിക്ക് തണുക്കും. കുഞ്ഞിച്ചക്കൻ ഒരോട്ടം വെച്ചു കൊടുത്തു. ചിൽ ചിൽ, ആ തൊപ്പി ഒന്ന് തരുമോ? തൊപ്പിയും വെച്ച് ഒരു സെൽഫി എടുക്കാനാ? ഓലത്തലപ്പത്ത് മൊബൈലും പിടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞണ്ണൻ ചോദിച്ചു. അയ്യയ്യോ, അത്രയും ഉയരത്തിൽ കയറണ്ടേ, എൻ്റെ തൊപ്പി പേടിക്കും. കുഞ്ഞിച്ചക്കൻ ഒരോട്ടം വെച്ചു കൊടുത്തു. കഥ വായിച്ചല്ലോ, താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതും. അമ്മ കുഞ്ഞിച്ചക്കന് എന്താണ് വാങ്ങിക്കൊടുത്തത്? അപ്പം എന്താ വാങ്ങിക്കൊടുത്തത്? ഉത്തരം തൊപ്പി. ഇനി ബി ചോദ്യം, ആരൊക്കെയാണ് കുഞ്ഞിച്ചക്കനോട് തൊപ്പി ആവശ്യപ്പെട്ടത്? ആരൊക്കെയാണ്? ഉത്തരം തവള, കുഞ്ഞൻ, അണ്ണാൻ. ഇനി സി ചോദ്യം, കഥ വായിച്ചതിൽ നിന്ന് കുഞ്ഞിച്ചക്കന് തൊപ്പി ഏറെ പ്രിയപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? തൊപ്പി തലയിൽ നിന്ന് മാറ്റില്ല, അതുപോലെ തന്നെ ആർക്കും കൊടുക്കില്ല. ഡി ചോദ്യം, മാതൃക പോലെ മാറ്റി എഴുതുക. വാങ്ങിക്കൊടുത്തു. അപ്പോൾ അതെങ്ങനെ മാറ്റി എഴുതിയിട്ടുള്ളത്? പിരിച്ചിട്ട് എഴുതിയിട്ടുള്ളത് വാങ്ങി പ്ലസ് കൊടുത്തു. അതുപോലെ നീല തൊപ്പി എന്നത് ഇങ്ങനെ പിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം? നീല പ്ലസ് തൊപ്പി. ഇനി ഈ ചോദ്യം കഥയ്ക്ക് യോജിച്ച ഒരു പേര് നൽകും. കഥയ്ക്ക് ഒരു തലക്കെട്ട്, ശീർഷകം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. നീല തൊപ്പി എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും ശീർഷകം കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുഞ്ഞിച്ചക്കൻ്റെ തൊപ്പി എന്നും കൊടുക്കാവുന്നതാണ്. ഇനി പ്രവർത്തനം 2, വരികൾ കൂട്ടിച്ചേർക്കാം. ഇഷ്ടപ്പെട്ട 2 പക്ഷികളെ കുറിച്ച് വരികൾ കൂട്ടിച്ചേർക്കും. അപ്പോൾ അവിടെ കുറച്ച് പക്ഷികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മയിൽ, കോഴി, കാക്ക എന്നിങ്ങനെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പക്ഷികളെ കുറിച്ചിട്ട് വരികൾ എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് 4 വരി കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. മഞ്ഞക്കിളിയുടെ മഞ്ഞച്ചേല് കൊന്നപ്പൂവിൻ സമ്മാനം, തത്തപ്പെണ്ണിൻ പച്ചപ്പട്ട് ഇലകൾ നൽകിയ സമ്മാനം. അപ്പം ഇങ്ങനെ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേറെ പക്ഷികൾ എന്തൊക്കെ കൊടുക്കാം? അപ്പോൾ ഇവിടെ മയില്, കോഴി, കാക്ക, അതുപോലെ തന്നെ കൊക്കിൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം കൊക്കമ്മയുടെ വെള്ളച്ചേലും മുല്ലപ്പൂവിൻ സമ്മാനം, കാക്കച്ചിയുടെ കറുത്ത ഉടുപ്പ് കാർമേഘത്തിൻ സമ്മാനം. ഇനി പ്രവർത്തനം 3, സംഭാഷണം എഴുതാം. കുഞ്ഞണ്ണാൻ കൂടിന് പുറത്തിറങ്ങി. ഹായ്, മാനം നിറയെ നക്ഷത്രങ്ങൾ. കുറച്ച് നക്ഷത്രങ്ങളെ കിട്ടിയിരുന്നുവെങ്കിൽ. അതാ ഒരു വെള്ളിച്ചെടി മാനമുട്ടെ വളർന്നിരിക്കുന്നു. കുഞ്ഞണ്ണാൻ അതിൽ ഓടിക്കയറി ആകാശത്തിനടുത്തെത്തി. അപ്പം നമുക്ക് സംഭാഷണം എങ്ങനെ എഴുതാം? നക്ഷത്രവും അണ്ണാൻ കുഞ്ഞും തമ്മിലുള്ളത്. അപ്പം നക്ഷത്രത്തിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം. നക്ഷത്രം, ഹായ് അണ്ണാൻ കുഞ്ഞ്, നീ എങ്ങനെ ഇവിടെ എത്തി? അപ്പം എന്താ അണ്ണാൻ കുഞ്ഞ് പറയുക? വള്ളിച്ചെടിയുടെ മുകളിൽ കയറി. അപ്പം നക്ഷത്രം, അതെയോ? അപ്പം അണ്ണാൻ കുഞ്ഞ്, അതെ, വെള്ളിച്ചെടിയാണ് എന്നെ സഹായിച്ചത്. അപ്പം നക്ഷത്രം എന്താ പറയുക? നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? അണ്ണാൻ കുഞ്ഞ്, കുറച്ച് നക്ഷത്രങ്ങളെ കൊണ്ടുപോകാനാണ്. നക്ഷത്രം, ഞാനും വന്നോട്ടെ നിന്റെ കൂടെ? അണ്ണാൻ കുഞ്ഞ്, ശരി, നീയും വന്നോളൂ. അപ്പം നമുക്ക് ഇങ്ങനെ സംഭാഷണം എഴുതാവുന്നതാണ്. ഇനി പ്രവർത്തനം 4, കഥ എഴുതാം. അപ്പു ഉത്സവ പറമ്പിലെത്തി. ഉത്സവ ചന്തയിൽ പല നിറത്തിലുള്ള ബലൂണുകൾ. അതിലൊരു വലിയ ബലൂൺ, വലിയ ചുവന്ന ബലൂൺ. അപ്പു ബലൂൺ വാങ്ങി. ബലൂണുമായി വയലിലൂടെ ഓടി. കാറ്റ് വീശി, വലിയ കാറ്റ്. ബലൂൺ അപ്പുവിനെയും കൊണ്ട് ഉയർന്നു പൊങ്ങി. എന്നിട്ടോ കഥ പൂർത്തിയാക്കി അനുയോജ്യമായ തലക്കെട്ടും നൽകും. അപ്പോൾ ഇവിടെ എന്താ, കുറച്ച് ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പു ഉത്സവപ്പറമ്പിൽ നിന്ന് ബലൂണുമായി പോയിട്ട് വയലിലൂടെ നടക്കുമ്പോൾ വലിയൊരു കാറ്റ് വന്നിട്ട് ബലൂണും അപ്പുവിനെ കൊണ്ട് ഉയർന്നു പൊങ്ങുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കി കഥ നമ്മളോട് പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കഥ പൂർത്തിയാക്കാം. പറന്ന് പറന്ന് ഉയരത്തിലെത്തിയപ്പോൾ ചെമ്പിപ്പരുന്ന് അവൻ്റെ നേരെ പറന്നു വന്നു. ചെമ്പിയെ കണ്ട അപ്പു ഒന്ന് വിരണ്ടു. അയ്യോ ചെമ്പി, എന്നെ ഉപദ്രവിക്കരുത്, അപ്പു ചെമ്പിയോട് പറഞ്ഞു. ഞാൻ നിന്നെ വെറുതെ വിടാം, പക്ഷേ ആ ചുവന്ന ബലൂൺ എനിക്ക് വേണം.
അയ്യോ അങ്ങനെ പറയല്ലേ, ഞാൻ ബലൂൺ തരില്ല, എനിക്കിത് വേണം, അപ്പു പറഞ്ഞു. പെട്ടെന്ന് ചെമ്പിക്ക് ദേഷ്യം വന്നു. അപ്പുവിൻ്റെ ബലൂണിന് ഒരു കൊത്തു വെച്ച് കൊടുത്തു. അയ്യോ, ബലൂൺ പൊട്ടി. അപ്പോൾ താഴേക്ക് വീണു. അവൻ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റപ്പോഴാണ് താൻ കണ്ട ഒരു സ്വപ്നമാണെന്ന് അപ്പുവിന് മനസ്സിലായത്. അപ്പം നമുക്ക് ഇങ്ങനെ കഥ അവസാനിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലൊരു പ്രവർത്തനം കൂടി ഉണ്ടായിരുന്നു, ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. തലക്കെട്ട് നൽകാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു തലക്കെട്ട് നൽകാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അപ്പുവിൻ്റെ സ്വപ്നം എന്ന് നമുക്ക് തലക്കെട്ട് എഴുതാവുന്നതാണ്. ഇനി പ്രവർത്തനം 5, കത്തെഴുതാം. നിങ്ങളുടെ സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് തയ്യാറാക്കും. അപ്പോൾ നമ്മളോട് കത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വാർഷിക ആഘോഷത്തിന്, സ്കൂളിലെ വാർഷിക ആഘോഷത്തിന് പങ്കെടുക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ടുള്ളൊരു കത്താണ്. അപ്പോൾ നമുക്കറിയാം, കത്തെഴുതുമ്പോൾ നമ്മൾ എന്താ എഴുതേണ്ട, ഒരു ബോക്സിലാക്കണം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട്, വലതുഭാഗത്ത് മുകളിലായിട്ട് സ്ഥലവും ദിവസവും എഴുതുക. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് ഞങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ സ്കൂളിൻ്റെ പേരെഴുതുക. അതുപോലെ തന്നെ ഇന്ന ദിവസം എത്രാം തീയതി എന്താണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ വാർഷിക ആഘോഷമാണ്, അതിന് നിങ്ങളെ സാദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അദ്ദേഹത്തിന് ഒരു കത്ത് എഴുതാവുന്നതാണ്. അപ്പോൾ അത് കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്കണം. അതിനുശേഷം അവസാനം കത്തിലെ അവസാനം എഴുതേണ്ടത് എന്ന് സ്നേഹത്തോടെ നിങ്ങളുടെ പേരെഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, ഒപ്പ്, അതൊക്കെ നിങ്ങൾക്ക് എഴുതിയിട്ട് ഒരു കത്ത് പൂർത്തീകരിക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട്ബുക്കിലൊന്ന് ചെയ്ത് നോക്കണം. ഇനി പ്രവർത്തനം 6, കുറിപ്പ് തയ്യാറാക്കാം. ഈ ചോദ്യം തന്നിരിക്കുന്ന സൂചനകളും കൂടുതൽ വിവരങ്ങളും ഉൾപ്പെടുത്തി ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എന്താണ്, ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ചെമ്പഴന്തി ജനനം 1856, അച്ഛൻ മാടനാശാൻ, കൊച്ചു സംഘത്തിൻ്റെ നേതാവ്, നാണു, സഹപാഠികളെ സഹായിക്കൽ, മതമേതായാലും മനുഷ്യർ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, മൂത്ത പിള്ള ആശാൻ, അമ്മ കുട്ടിയമ്മ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മളോടൊരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. കേരളത്തിൽ ജീവിച്ചിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനും ആയിരുന്നു ശ്രീനാരായണ ഗുരു. കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടിയ അദ്ദേഹം കേരളീയ സമൂഹത്താകെ നവോത്ഥാനത്തിലേക്ക് നയിച്ചു. ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. ബ്രാഹ്മണരെയും മറ്റ് സവർണ ജാതികളെയും കുറ്റപ്പെടുത്തിയതിനു പകരം ഗുരു വിദ്യാലയങ്ങളും ക്ഷേത്രങ്ങളും സ്ഥാപിച്ച് അവർണരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു. മറ്റുള്ളവരോടുള്ള തുറന്ന സമീപനവും അഹിംസപരമായ തത്വചിന്തയും അദ്ദേഹത്തിൻ്റെ മുഖമുദ്രകളായിരുന്നു. സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാക്കുകൾ നമുക്കിതിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. മതമേതായാലും മനുഷ്യർ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. അങ്ങനെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വരികളും കൂട്ടിച്ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു കുറിപ്പ് എഴുതാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് അറിയാമെങ്കിൽ അതും കൂടി നിങ്ങൾക്കിതിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം പരീക്ഷ എഴുതുന്ന കുട്ടികൾ അപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടിയും ഇമ്പോർട്ടൻ്റ് ആയി നോക്കുക. എങ്ങനെയാണ് കുറിപ്പ് എഴുതേണ്ടത്, എങ്ങനെയാണ് കഥ എഴുതേണ്ടത്, സംഭാഷണം എഴുതേണ്ടത്, അതിൻ്റെ എല്ലാം ഒന്ന് മോഡൽ എല്ലാം നോക്കി വെച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.